പുന്നപ്ര ക്യാമ്പ് ആക്രമണത്തിന് ശേഷം പട്ടാളം വയലാറിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി മുഹമ്മയിലെ സമരസഖാക്കൾ കലുങ്കുകളും പാലങ്ങളും പൊളിച്ചു നീക്കാൻ തുടങ്ങി. തുലാം 8-ാം തീയതി അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. പട്ടാളം കാട്ടൂരിലെ ഒരു തൊഴിലാളി ക്യാമ്പ് തകർത്തു. തുലാം 8-ാം തീയതി തന്നെ മാരാരിക്കുളം പാലം തകർത്തു. പുതിയ പാലം പണിയുന്ന തടയാൻ തൊഴിലാളികൾ മാരാരിക്കുളത്തേക്ക് നീങ്ങി. ഏറ്റുമുട്ടലിൽ 5 തൊഴിലാളികൾ മരിച്ചു. തുലാം 9-ാം തീയതി പട്ടാള ഭരണം ഏർപ്പെടുത്തിയ വിവരം അറിയിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തു. തൊഴിലാളികൾ പിന്മാറിയില്ല. മേനാശ്ശേരിയിൽ 400 വോളണ്ടിയർമാരുടെ ഒരു ക്യാമ്പ് തുലാം 9-ാം തീയതി തുറന്നു. പട്ടാളം മേനാശ്ശേരി ക്യാമ്പ് ആക്രമിച്ചു. 120 തൊഴിലാളികളാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. ഒളതലയിൽ 8 പേർ വെടിയേറ്റു മരിച്ചു. തുലാം 7-ാം തീയതി ചേർത്തല ടിവിയിൽ നിന്ന് അടിമുടി ആയുധമണിഞ്ഞ പട്ടാള സംഘം ബോട്ടുകളിൽ വയലാറിൽ വന്നിറങ്ങി. ഒരു ദ്വീപ് പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട വയലാറിനെ 4 ഭാഗത്തു നിന്നും പട്ടാളം ആക്രമിച്ചു. 150-ലേറെ തൊഴിലാളികൾ വയലാറിൽ വെടിയേറ്റു മരിച്ചു. വയലാർ ഒരു ശവക്കൂനയായിരുന്നു. എങ്കിലും തലതാഴ്ത്തി നിൽക്കുന്ന വയലാറിലെ ഓരോ മൺകുടലും മനുജാഭിമാനത്തിന്റെ കോട്ടയായിരുന്നു. വെടിയുണ്ടകളേറ്റ് തുളഞ്ഞ ആ തെങ്ങുകൾ, ഒരിക്കലും തലകുനിക്കാത്ത ഒരു നാട്, ചരിത്രത്തിൽ എഴുതിച്ചേർത്ത വീരേതിഹാസത്തിന്റെ നിത്യസ്മാരകങ്ങളായിരുന്നു. സർ CP-യുടെ കരാള ഭരണത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ പോലെ ഇന്നും നൂറുകണക്കിന് തൊഴിലാളികൾ ശരീരത്തിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ടകളുമായി ജീവിക്കുകയും പോരടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വയലാർ തൊഴിലാളിവർഗ ചരിത്രത്തിന് ആലപ്പുഴയിലെ തൊഴിലാളിവർഗം എഴുതിച്ചേർത്ത ഭൂമികയാണ്. പോരാട്ടങ്ങളുടെ നീണ്ട ചരിത്രത്തിന് ഒരു ജനത രക്തം കൊണ്ട് എഴുതിച്ചേർത്ത അവതാരിക. ഈ മൺകൂനകൾ വയലാറിലെ തൊഴിലാളിവർഗത്തിന്റെ ആത്മാഭിമാനം പടുത്തുയർത്തിയ നിത്യസ്മാരകങ്ങളാണ്. അധികാരത്തിന്റെ കോട്ടകൊത്തളങ്ങൾക്ക് നേരെ മർദ്ദിതൻ നടത്തിയ പടപ്പുറപ്പാടായിരുന്നു പുന്നപ്ര വയലാർ. വയലാറിന്നൊരു കൊച്ചു ഗ്രാമമല്ലാർക്കുമേ വില കാണാനാകാത്ത കാവ്യമത്രേ. മലയാള തിരുമാറിൽ മർദ്ദിതന്മാർ സ്വന്തം ഹൃദയ രക്തത്താൽ കുറിച്ച കാവ്യം. തിരുവനന്തപുരം സംഗീത കോളേജിൽ ജൂലൈ 25-ാം തീയതി സന്ധ്യയ്ക്ക് അധികാരപ്രമത്തനായ സർ CP-യെ പാരാവാരങ്ങളും സായുധ സന്നാഹങ്ങളും നിറഞ്ഞ വേദിയിൽ വെച്ച് KCS മണി വെട്ടുകത്തികൊണ്ട് വെട്ടി. സർ CP മുറിവുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1 മാസം തികയുന്നതിന് മുൻപ് 1947 ഓഗസ്റ്റ് 19-ന് ദിവാൻ സ്ഥാനം രാജിവെച്ച് സർ CP നാടുവിട്ടു. സെപ്റ്റംബർ 4-ന് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാജാവ് ഉത്തരവായി. കൽക്കത്ത തേസിസിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യവ്യാപകമായി സമരസന്നദ്ധരായി. 40കളുടെ അവസാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മർദ്ദിച്ചൊതുക്കാൻ പുതിയതായി ഭരണസാരഥ്യത്തിലേറിയ കോൺഗ്രസ് ഭരണകൂടം ഉറച്ചു. രാജ്യമെങ്ങും പ്രകടനങ്ങളും സമ്മേളനങ്ങളും നിരോധിക്കപ്പെട്ടു. അക്കാലത്താണ് റെയിൽവേ തൊഴിലാളികൾ പണിമുടക്കിയത്. റെയിൽവേ സമരം എന്തു വില കൊടുത്തും വിജയിപ്പിക്കണമെന്ന് തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും തീരുമാനിച്ചു. സമരം തച്ചു തകർക്കണമെന്ന് സർക്കാരും. റെയിൽവേ സമര പ്രഖ്യാപനത്തിന് ശേഷം പോലീസ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് NK മാധവനെ വളഞ്ഞുപിടിച്ചു. ലോക്കപ്പിലായ മാധവനെയും കൂട്ടാളിയെയും മോചിപ്പിക്കാനാണ് രാത്രി സംഘം ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. വാരിക്കുന്തവും നാടൻ ബോംബുകളും അവർ കയ്യിൽ കരുതിയിരുന്നു. ഒന്നും സമയത്ത് ഉപകാരപ്പെട്ടില്ല. ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞില്ല. മനുഷ്യമോചനം ഒരു വിളിപ്പാടകലെയെന്ന് തൊഴിലാളി വർഗം സ്വപ്നം കണ്ട നാളുകളായിരുന്നു അത്. 1956 നവംബർ 1-ാം തീയതി ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തോടൊപ്പം ഐക്യ കേരളം നിലവിൽ വന്നു. 1957-ൽ ഐക്യ കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ സ്വതന്ത്രന്മാരും ചേർന്ന് 128 അസംബ്ലി മണ്ഡലങ്ങളിൽ 65 എണ്ണം നേടി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. ബാലറ്റിലൂടെ ലോക ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലെത്തിയ മഹനീയ സന്ദർഭമായിരുന്നു അത്. ലോകത്തിന്റെ ഭൂപടത്തിൽ കേരളത്തിലെ ജനത ഒരു സിന്ദൂര തിലകം ചാർത്തി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ദാർശനികനും താത്വികാചാര്യനുമായ ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു ഈ വോട്ടുകെട്ടി വിപ്ലവത്തിന്റെ നായകൻ. പടിപ്പുരയും കുളവും ഊട്ടുപുരയും എട്ടുകെട്ടിൽ ഭഗവതിയുടെ ആസ്ഥാന ക്ഷേത്രങ്ങളും വാരവും പാട്ടവും നാട്ടധികാരവും ഒക്കെയുള്ള ഏലംകുളം മനക്കിലെ 4-ാം തമ്പുരാൻ, കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ. ചെറുമാവിലായിലെ ചെത്തുകാരൻ പൊക്കന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ
താത്വികവും സംഘടനാപരവുമായ അടിത്തറ കെട്ടിപ്പടുത്തു EMS. വലിയൊരു ഉത്തരവാദിത്വവും ഒട്ടേറെ വെല്ലുവിളികളും സങ്കീർണമായ പ്രതിസന്ധികളുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻപിലുള്ളത്. മുഴുവൻ ബഹുജനങ്ങളെയും ഉൾപ്പെടുത്തി വിശാലമായൊരു ഐക്യമുന്നണി പടുത്തുയർത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടത്തിൽ അവശരും മർദ്ദിതരും അധസ്ഥിതരുമായ എല്ലാ ജനവിഭാഗങ്ങളും വേണം. അന്യവൽക്കരിക്കപ്പെടുന്ന കീഴാളരും പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടായിരിക്കണം. പുതിയ കാലത്തിന് ചേർന്ന മുദ്രാവാക്യങ്ങളും സമരവേദികളുമായി ഈ പോരാട്ടം ഈ പ്രസ്ഥാനത്തിന് തുടരേണ്ടിയിരിക്കുന്നു. ലോകവ്യവസ്ഥിതി ചൊൽപ്പടിയിൽ ഒതുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആഗോളവൽക്കരണത്തിനെതിരെ പടനയിക്കാൻ ഒരു ജനത ഈ പ്രസ്ഥാനത്തെ ഉറ്റുനോക്കുന്നു. അവസരത്തിനു തുയരാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾ ഒരു കാലത്തും ഈ പ്രസ്ഥാനത്തിന് മാപ്പു നൽകാൻ പോകുന്നില്ല. ചരിത്രം അമാനുഷികനും അപരാജിതനുമായ ഒരു നേതാവിന്റെ സൃഷ്ടിയല്ലെന്നറിയുക. അത് രചിക്കുന്നത് ഒരു ജനതയാണ്, അനാദിയായ കാലമാണ്. എത്തിച്ചേരാനുള്ള ലക്ഷ്യങ്ങൾക്ക് അവസാനമില്ല. ഓരോ ചക്രവാളത്തിനും അപ്പുറം പുതിയൊരു ചക്രവാളം പ്രത്യക്ഷപ്പെടുന്നു. ചരിത്രം അവസാനിക്കുന്നില്ല. പോരാട്ടങ്ങൾ തുടരുകയാണ് എന്നും.